ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് കോംബോ ഓഫർ ആയിട്ടാണ്. നമ്മളെല്ലാം യെല്ലോ റോസിൻ്റെ കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് റോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഒരേ കളറിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് കോംബോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് റെഡ് റോസിൻ്റെ ഒരു കോംബോ ആയിട്ടാണ്. നമ്മൾ വാട്സപ്പിനകത്തും അതുപോലെ കമൻസ് ആയിട്ടൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് റോസിൻ്റെ ഒരു കോംബോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് സെലക്ട് ചെയ്തേക്കുന്നത് റെഡ് പിനാക്കിയോ റോസാണ്. ഇത് മിനിയേച്ചറും അതുപോലെ തന്നെ വലിയ പൂക്കളും വരുന്ന റോസിൻ്റെ കോംബോ ആണ് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മുടെ താജ്മഹൽ റോസാണ് രണ്ടാമതായിട്ട് ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ബഡ് റോസാണ് വരുന്നത് കേട്ടോ. ബഡ് റോസും ഓൺ റൂട്ടഡും ആയിട്ടുള്ളൊരു കോംബോ ആണ്. അപ്പോൾ ഇതിനകത്ത് 4 പ്ലാന്റ് ബഡ് പ്ലാന്റ് ആണ്, നാടൻ ബഡ്ഡിങ് വരുന്നതാണ്. ഒരെണ്ണം മാത്രം ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കോംബോയിൽ ഫസ്റ്റ് വന്നേക്കുന്ന റെഡ് പിനാക്കിയോ, രണ്ടാമതായിട്ട് വന്നേക്കുന്നത് റെഡ് താജ്മഹൽ റോസാണ്. നല്ല ഭംഗിയാണ്, വലിയ പൂക്കളാണ് കേട്ടോ. ഇതിനകത്ത് മിനിയേച്ചർ ടൈപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വലിയ പൂക്കളും വരുന്നുണ്ട് കേട്ടോ. മൊത്തം 5 റോസിൻ്റെ ഒരു കോംബോ ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പ്ലാൻ സൈസ് വലിയ പ്ലാന്റ്സ് ആണ് വരുന്നത്, ചെറിയ പ്ലാന്റ്സോ മീഡിയം സൈസോ ഒന്നുമല്ല വരുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റാണ് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് റെഡ് റോസ് കോംബോയ്ക്കകത്ത് കേട്ടോ. മൂന്നാമതായിട്ട് മിനിയേച്ചർ റോസാണ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെഡ് നമ്മുടെ ഹാരമൊക്കെ കെട്ടാൻ യൂസ് ചെയ്യുന്ന റോസ്. മൂന്നാമതായിട്ട് ഇതിനകത്ത് ഇത് ഓൺ റൂട്ടഡ് ആണ്. ഞാൻ പറഞ്ഞു 4 എണ്ണം നാടൻ ബഡ്ഡിങ്ങും ഒരെണ്ണം ഓൺ റൂട്ടഡ് ആണെന്ന്. ഇതാണ് നമ്മുടെ ഓൺ റൂട്ടഡ് പ്ലാന്റ് കേട്ടോ. മിനിയേച്ചർ ടൈപ്പാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്, അടിപൊളി റോസാണ്. നിറയെ പൂക്കളുണ്ടാവും. ഈ കോംബോയിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് റോസും നിറയെ പൂക്കുന്ന ടൈപ്പാണ്. റെഡ് പിനാക്കിയോ ഉള്ളവർക്ക് അറിയാമായിരിക്കും അതിൻ്റെ ഫ്ലവറിങ് എങ്ങനെയാണെന്ന്. താജ്മഹൽ റോസും അങ്ങനെ തന്നെയാണ്, ഫ്ലവറിങ് ആണ്, വലിയ പൂക്കളാണ് ഉണ്ടാവുക. അപ്പോൾ കോംബോയിൽ ബാക്കിയുള്ള റോസ് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റെഡ് റോസ് കോംബോ 10 പേർക്ക് തരാനുള്ള ക്വാണ്ടിറ്റി മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്ന 10 പേർക്കായിരിക്കും നമ്മൾ റോസ് അയച്ചു തരുന്നത്. നമ്മുടെ 10 സെറ്റ് മാത്രമേ നമുക്ക് ഈ ഒരു റോസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. കാരണം ഇതിനകത്തുള്ള ഓരോ റോസിൻ്റെയും അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ 10 റോസാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വാട്സപ്പിനകത്ത് വന്ന് എൻക്വയറി ചെയ്ത് പേയ്മെൻറ്റ് ആക്കുന്നവർക്കായിരിക്കും നമ്മൾ കോംബോ മാറ്റി വെക്കുന്നത്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കൊറിയർ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. അടുത്തതായിട്ട് നാലാമതായിട്ട് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഫ്ലോറിബെൻഡ റിച്ച് റെഡ് റോസാണ്. റിച്ച് റെഡും എല്ലാവർക്കും അറിയാമായിരിക്കും, ബഞ്ചായിട്ട് പൂക്കുന്നതാണ്. ഫ്ലോറിബെൻഡ ഇനത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ ബഞ്ചസായിട്ട് പൂക്കും, നിറയെ പൂക്കളുണ്ടാകും. പ്രത്യേക നമ്മുടെ ഇംഗ്ലീഷ് റോസുകളൊക്കെ കാണുന്നത് പോലെ ആ സെൻറ്റർ പോർഷനിൽ ഒരു പ്രത്യേക അട്രാക്ഷനാണ് കാണാനായിട്ട്. വലിയ പൂക്കൾ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു റോസാണ് ഫ്ലോറിബെൻഡ റിച്ച് റെഡ് എന്ന് പറയുന്നത്. കോംബോയിൽ 5-മതായിട്ട് നമ്മുടെ ഈ ഒരു കമ്മൽ റോസാണ്, റെഡ് കമ്മൽ റോസാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. അടിപൊളി റോസാണ്, മിനിയേച്ചർ ലീവ്സാണ് കാണുന്നത്. നല്ല ഒരു പെറ്റൽ അറേഞ്ച്മെൻ്റ് ഒക്കെ വെച്ച് നോക്കി നല്ലൊരു വെറൈറ്റി കളറാണ്. ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് മിനിയേച്ചറിൽ ഇൻക്ലൂഡ് ചെയ്തത്. സെൻട്രൽ പോർഷനിൽ ഒരു ജസ്റ്റ് ഒരു ഡോട്ട് പോലൊരു മഞ്ഞ ഇതും കൂടെ കാണാൻ പറ്റും കേട്ടോ. ഇത്രയാണ് നമ്മുടെ കോംബോ വരുന്നത്. 650 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. DTDCയുടെ ചാർജ് ഉൾപ്പെടെ 650 രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്നത്. 5 പ്ലാന്റ്സ് ആണ് കേട്ടോ. 5 പ്ലാന്റ്സ് 650 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല. DTDC വഴിയായിരിക്കും കൊറിയർ അയച്ചിരുന്നത്. സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല. കാരണം 5 പ്ലാന്റ്സ് നമ്മൾ അയക്കുമ്പോഴത്തേക്കും നമുക്ക് കൊറിയർ ചാർജ് കൂടുതൽ ആവാൻ ചാൻസ് ഉണ്ട് സ്പീഡ് പോസ്റ്റ് വരുമ്പോൾ. അപ്പോൾ നമ്മൾ കേരളത്തിനകത്ത് 650 രൂപയാണ്. അതർ ഡിസ്ട്രിക്റ്റിൽ തമിഴ്നാട് അയക്കുമ്പോഴും റേറ്റിൽ ചേഞ്ച് വരും. അതുപോലെ കർണാടക അങ്ങോട്ടേക്ക് അയക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊറിയർ ചാർജിൽ ഡിഫറൻസ് വരും. അത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് പറയുമ്പോഴത്തേക്കും ഞാൻ അതനുസരിച്ചിട്ടുള്ള ഇത് പറയാം. നമ്മുടെ കേരളത്തിനകത്ത് 650 രൂപയാണ് DTDCയുടെ ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്